അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു അങ്ങാടിയിൽ അവളെ വിൽപ്പനയ്ക്ക് വെച്ചതാണ്. 14-15 വയസ്സ് കാണും. ആ സുന്ദരിക്കുട്ടിയെ വിലക്ക് വാങ്ങാൻ ആളുകൾ വന്ന് വില പറയുന്നു. ആ കൂട്ടത്തിൽ ഏതാണ്ട് മധ്യവയസ്കനായ ഒരാൾ കടന്നു വരുന്നു. അയാൾ വില ചോദിക്കുന്നു. ഒടുവിൽ ഏറ്റവും കൂടിയ വില പറഞ്ഞത് അയാളാണ്. 1500 രൂപയാണ് അവൾക്ക് വിലയിട്ടത്. ആ പെൺകുട്ടിയെ വന്നയാൾ വാങ്ങിക്കൊണ്ടുപോകുന്നു. കുട്ടിയുടെ പേര് സൈനബ് എന്നായിരുന്നു. തീർച്ചയായിട്ടും അവളൊരു മുസ്ലിം പെൺകുട്ടിയാണ്. എന്നാൽ വാങ്ങിച്ചയാൾ ഒരു അന്യമതസ്ഥനാണ്, സിഖുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബൂട്ടാ സിംഗ് എന്നാണ്. ബൂട്ടാ സിംഗ് സൈനബിനെ വീട്ടിൽ കൊണ്ടുപോകുന്നു. മകളെപ്പോലെ സ്നേഹിക്കുന്നു, ലാളിച്ചു വളർത്തുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ തമ്മിൽ വല്ലാത്ത ഒരു അടുപ്പം രൂപപ്പെടുന്നു. പ്രായപൂർത്തിയായി എന്ന് തോന്നിയ ഘട്ടത്തിൽ അവളെ കല്യാണം കഴിക്കാൻ ബൂട്ടാ സിംഗ് തയ്യാറാകുന്നു. അവൾക്കും സമ്മതമാകുന്നു. അവർ വിവാഹം ചെയ്യുന്നു. അടുത്ത വർഷം ആ ദാമ്പത്യ വല്ലരിയിൽ മറ്റൊരു സുന്ദരി കുഞ്ഞ് പിറക്കുന്നു. അതും പെൺകുഞ്ഞാണ്. അവൾക്ക് തൻവീർ എന്ന് പേരിടുന്നു. 10 വർഷത്തോളം ആനന്ദനിർഭരമായ ഒരു ജീവിതം, ധാരാളം ഭൂസ്വത്തും കൃഷിസ്ഥലവും എല്ലാം ഉള്ള സമ്പന്നനായ ആ ബൂട്ടാ സിംഗിൻ്റെ ജീവിതം തളിർക്കുകയായിരുന്നു, പൂക്കുകയായിരുന്നു, കായ്ച്ചു തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അത്ഭുതകരമായ ചില സംഭവങ്ങൾ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ആ കുടുംബത്തിലേക്ക് വരുന്നത്. സൈനബിനെ അന്വേഷിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വീട്ടിലെത്തുന്നു. അപ്പോഴാണ് ബൂട്ടാ സിംഗ് അറിയുന്നത് ഈ പെൺകുട്ടി ഈ നാട്ടുകാരിയല്ല, അന്യ നാട്ടുകാരിയാണ്. അയൽ രാജ്യത്ത് നിന്ന് ഏതോ ദുഷ്ടന്മാർ കടത്തിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിൽപ്പനയ്ക്ക് വെച്ചതാണ്. ആ കുട്ടിയെ അവളുടെ നാട്ടുകാർ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അവൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവളുടെ രാജ്യക്കാർ നമ്മുടെ രാജ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പോലീസ് അവളെ കൊണ്ടുപോകാൻ വന്നത്. കരള് പറിച്ച് കൊണ്ടുപോകുന്നത് പോലെയാണ് അവളെ പോലീസ് കൊണ്ടുപോയത്. അവളെ കൊണ്ടുപോകുമ്പോൾ പിന്നാലെ കണ്ണീരോടെ ബൂട്ടാ സിംഗ് പോയി തൻ്റെ പ്രാണപ്രേയസിയുടെ കൂടെ. ഒപ്പം കുഞ്ഞായിരുന്ന മോളെയും കൂട്ടി. തൻവീർ എന്ന മോളും ബൂട്ടാ സിംഗ് എന്ന അച്ഛനും കൂടി ഡൽഹിക്ക് പോയി. 6 മാസത്തോളം അവിടുത്തെ ഡീറ്റൻഷൻ സെൻറ്ററിലാണ് സൈനബിനെ പാർപ്പിച്ചിരുന്നത്. എല്ലാ ദിവസവും അവളെ പോയി കാണുമായിരുന്നു ബൂട്ടാ സിംഗും മോളും. എന്നും കണ്ണീരോടെ വർത്തമാനം പറഞ്ഞ് പിരിയും. അപ്പോഴും ബൂട്ടാ സിംഗിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവളെ ഇവിടെ നിർത്താൻ സർക്കാരുകൾ, ഭരണകൂടങ്ങൾ അനുവദിക്കുമായിരിക്കും. പക്ഷെ അതുണ്ടായില്ല. ഒടുവിൽ തീർപ്പുണ്ടായി, വിധി വന്നു. സൈനബിനെ അവളുടെ സ്വന്തം രാജ്യത്തേക്ക് കയറ്റി അയക്കാൻ ഉത്തരവ് വന്നു. എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും കാൽക്കൽ വീണ് ആ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞു നോക്കി, എൻ്റെ പ്രാണനാണ്, അവളെ വിട്ടു കൊണ്ടുപോകരുതേ, എൻ്റെ കരൾ പറിച്ചു പോകരുതേ എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി. കേട്ടില്ല, നിവൃത്തിയുണ്ടായില്ല. അങ്ങനെ സൈനബ് കണ്ണീരോടെ യാത്രയായി. ആ സമയത്താണ് ബൂട്ടാ സിംഗിനൊരു ബുദ്ധി തോന്നിയത്. അവൾ മുസ്ലിം പെൺകുട്ടിയാണല്ലോ, അവളുടെ രാജ്യത്തേക്ക് എനിക്ക് ചെന്ന് അവളെ ചോദിക്കാൻ, അവളുടെ കുടുംബത്തോട് അവളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടാൻ ഞാനും ഒരു മുസ്ലിം ആവുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ബൂട്ടാ സിംഗ് ഡൽഹിയിലെ ഏറ്റവും വിഖ്യാതമായ പള്ളിയിലേക്ക് ചെന്നു. അവിടുത്തെ പള്ളി ഇമാമിനോട് പറഞ്ഞു, തൻ്റെ തലപ്പാവ് ഊരിക്കാണിച്ചിട്ട് പറഞ്ഞു, ഒരു സിഖുകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പാദ്യം, ഏറ്റവും വിശുദ്ധമായ സമ്പാദ്യം എന്താണെന്ന് അറിയാമല്ലോ, എൻ്റെ തലമുടിയാണ്. ഞാനിതാ അത് മുറിച്ചു കളയുന്നു. എന്നിട്ട് എന്നെ ഇസ്ലാമാക്കൂ. എനിക്ക് ഇസ്ലാം ആവാനുള്ള സംവിധാനങ്ങൾ പറഞ്ഞു തരൂ, ഉപദേശം തരൂ. അങ്ങനെ ആ ഇമാമിൻ്റെ കാർമ്മികത്വത്തിൽ ബൂട്ടാ സിംഗ് എന്ന സിഖുകാരൻ മുസൽമാനായി. അദ്ദേഹത്തിൻ്റെ പേര് ജമീൽ അഹമ്മദ് എന്ന് മാറ്റി. എനിക്ക് മാത്രമായിട്ട് അവളെ വേണ്ട, എൻ്റെ കുഞ്ഞിനെ കൂടി ഇസ്ലാമാക്കി തരൂ എന്നാവശ്യപ്പെട്ടു. അങ്ങനെ തൻവീർ എന്ന പെൺകുട്ടി സുൽത്താന എന്ന പെൺകുട്ടിയായിട്ട് മാറി. രണ്ടുപേരും ചേർന്ന് അയൽ രാജ്യത്തിൻ്റെ ഹൈക്കമ്മീഷണർ ചെന്ന് കണ്ടു. ഞങ്ങൾക്ക് അയൽ രാജ്യത്തേക്ക് പോകണം, ഞങ്ങൾ ഈ നാട്ടുകാരാണ്, ഞങ്ങൾക്ക് ആ നാട്ടിലേക്ക് പോകാൻ വിസ വേണം. അപ്പോഴാണ് ആ രാജ്യത്തേക്ക് പോകാൻ കടുത്ത വിലക്കുകൾ ആ ഘട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലായത്. 2 രാജ്യങ്ങളും തമ്മിൽ വലിയ ശത്രുതയുണ്ടായിരുന്ന കാലമാണത്. നിവൃത്തിയില്ല എന്നറിഞ്ഞപ്പോൾ ആരോടും പറയാതെ നിയമം ലംഘിച്ച് സ്വന്തം മോളുടെ കൈയും പിടിച്ച് അതിർത്തി കടന്ന് അയൽ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിപ്പോയി അയാൾ. ആ രാജ്യത്ത് ചെന്ന് ഈ സ്വന്തം ഭാര്യയുടെ നാട്ടിൻപുറം, സ്വന്തം ഭാര്യയുടെ ഗ്രാമപ്രദേശം ഏതാണെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് ദിവസങ്ങളെടുത്ത് അയാൾ അവിടെ എത്തുമ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോകുന്നത്. ആ വീട്ടിൽ അന്നൊരു കല്യാണം നടക്കുന്നു. തൻ്റെ ഭാര്യയായ സൈനബിനെ
അവളുടെ കുടുംബത്തിലെ മച്ചുനന്മാരിൽ ഒരാൾ അവളുടെ ഒരു കസിൻ വിവാഹം ചെയ്യുന്ന ദിവസമായിരുന്നു അത്. ബൂട്ടാ സിംഗ് എന്ന ജമീൽ അഹമ്മദ് പൊട്ടിത്തെറിക്കുന്നു, ബഹളം വെക്കുന്നു, ആ രംഗമാകെ കലങ്ങി മറിയുന്നു. പക്ഷേ ആ കുടുംബവും നാട്ടുകാരും ചേർന്ന് ബൂട്ടാ സിംഗ് എന്ന ജമീൽ അഹമ്മദിനെ ക്രൂരമായി മർദ്ദിച്ച് തല്ലി ചതച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നു. പിന്നെ പോലീസായി, അന്വേഷണമായി, കേസായി, കോടതിയായി. മാസങ്ങൾ അങ്ങനെ പോയി. ഒടുവിൽ ഒരു നാൾ കോടതിയുടെ വിധി വന്നു. അവസാനത്തെ വിധിക്ക് മുമ്പ് ജഡ്ജി സൈനബിനോട് ചോദിച്ചു, സൈനബ്, നിന്റെ ഭർത്താവായ ഇയാളുടെ കൂടെ നിനക്ക് ഇന്ത്യയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? സൈനബിന് പറയാനുള്ള മറുപടി അവളുടെ ഉള്ളിൽ അങ്ങനെ തിളച്ച് നിന്നു. പക്ഷേ അവൾക്ക് നേരെ ഒട്ടേറെ കണ്ണുകൾ, നൂറുകണക്കിന് കണ്ണുകൾ അവളെ തുറിച്ചു നോക്കി വിരട്ടുന്നുണ്ടായിരുന്നു. ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം പോകുന്നില്ല. അന്നേരത്ത് ബൂട്ടാ സിംഗ് തകർന്നുപോയെങ്കിലും ബൂട്ടാ സിംഗ് ഒരു അപേക്ഷ കൂടി കോടതിയുടെ മുമ്പിൽ വെച്ചു. ബഹുമാനപ്പെട്ട കോടതി, ദയവുണ്ടായി എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണം. എൻ്റെയും എൻ്റെ പ്രാണപ്രേയസിയായ സൈനബിനും ഇടയിൽ ഞങ്ങളുടെ പൊന്നോമന മുത്താണല്ലോ ഈ കുഞ്ഞ്. ആ കുഞ്ഞിനെയെങ്കിലും എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവളോടൊപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കോടതി ഒരിക്കൽ കൂടി സൈനബിനോട് ചോദിച്ചു, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ ആവശ്യമുണ്ടോ? വീണ്ടും സൈനബിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾക്ക് നേരെ നൂറുകണക്കിന് കണ്ണുകളുടെ ഭീഷണി വന്നു. സൈനബ് അപ്പോഴും നിഷേധിച്ച് തലയാട്ടി, വേണ്ട സാർ, എനിക്കെൻ്റെ മോളെ വേണ്ട. എല്ലാം തകർന്ന് ആ കോടതിയിൽ നിന്നൊരു ഭ്രാന്തനെ പോലെ ബൂട്ടാ സിംഗ് എന്ന ജമീൽ അഹമ്മദ് മോളുടെ കൈയും പിടിച്ച്, സുൽത്താന എന്ന തൻവീറിൻ്റെ കൈയും പിടിച്ച് നടക്കുകയല്ല, ഓടുകയാണ്. പോയത് അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഷദാര എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ആ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ സ്വന്തം കുഞ്ഞിന് അദ്ദേഹം പുതിയ ഉടുപ്പുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അമ്മയെ പിരിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ അവൾ അറിഞ്ഞുള്ളൂ. പക്ഷേ ആദ്യം വന്ന തീവണ്ടിക്ക് മുമ്പിലേക്ക് മോളുടെ കൈയും പിടിച്ച് ജമീൽ അഹമ്മദ് എടുത്തു ചാടി. ജമീൽ അഹമ്മദ് തുണ്ടം തുണ്ടമായി അവിടെ മരിച്ചു വീണു. പക്ഷേ മഹാഭാഗ്യം പോലെ ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് തൻവീർ എന്ന സുൽത്താന മാത്രം ആ അപകടത്തിൽ നിന്നൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ജമീൽ അഹമ്മദിൻ്റെ ശരീരത്തിലെ വസ്ത്രത്തിൽ നിന്ന് ഒരു കത്ത് കണ്ടെടുത്തു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പായിരുന്നു അത്. ആ കുറിപ്പിൽ പറഞ്ഞിരുന്നു, എൻ്റെ മരണത്തിൽ മറ്റാരും ഉത്തരവാദിയല്ല, ഞാൻ മാത്രമാണ് ഉത്തരവാദി. മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു, എൻ്റെ ഒരു അന്ത്യാഭിലാഷം ഈ കത്ത് കിട്ടുന്നവരാരായാലും അവർ സാധിച്ചു തരണം. അത് മറ്റൊന്നുമല്ല, സൈനബിൻ്റെ കാറ്റ് തട്ടുന്ന ഒരു സ്ഥലത്ത്, അവളുടെ ഗ്രാമത്തിൻ്റെ പരിസരത്തെങ്ങാനും, അവളുടെ മഹലിനകത്ത് എവിടെയെങ്കിലും എന്നെ മറവ് ചെയ്യണം എന്ന് മാത്രമായിരുന്നു ആ അന്ത്യാഭിലാഷം. ആ ഭരണകൂടം, ആ നീതിന്യായ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കാൻ തയ്യാറായി. അവർ സൈനബിൻ്റെ ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടെ നാട്ടുകാർക്ക് എതിർപ്പുണ്ടായില്ല. പക്ഷേ സൈനബിൻ്റെ കുടുംബം സമ്പൂർണ്ണമായി എതിർത്തു. ഒരു അന്യനാട്ടുകാരൻ, സൈനബിൻ്റെ ഭർത്താവാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അങ്ങനെ ഒരാളുടെ ഓർമ്മ പോലും ഈ നാട്ടിൽ ഇനി വേണ്ട, ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ മയ്യത്ത്, ഡെഡ് ബോഡി തിരിച്ചയച്ചു. പക്ഷേ പോലീസിനോടൊപ്പം വലിയൊരു പറ്റം നാട്ടുകാർ കൂടി ആ വിലാപയാത്രയിൽ പങ്കെടുത്തു. അവർ തൊട്ടടുത്ത നഗരമായ ലാഹോറിലേക്ക് ചെന്നു. ലാഹോറിലെ ഒരു സുപ്രധാനമായ കേന്ദ്രത്തിൽ വളരെ ഉപചാരപൂർവ്വം, നന്ദിപൂർവ്വം, വളരെയേറെ ആദരവോടെ ആ മയ്യത്ത് അവിടെ ഖബറടക്കി. പക്ഷേ അപ്പോഴേക്കും സൈനബിൻ്റെ ഗ്രാമത്തിൽ നിന്ന് ആർത്തലച്ചു വന്ന വലിയൊരു വിഭാഗം മനുഷ്യർ, ഈ ഒരു ഇന്ത്യക്കാരൻ്റെ മയ്യത്ത് ഈ നാട്ടിൽ ഖബറടക്കാൻ പാടില്ല എന്ന ആക്രോശവുമായി വന്നു. അവരാ ഖബർ തകർത്തു അന്ന് രാത്രി തന്നെ. പക്ഷേ പിറ്റേന്ന് സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ആ നാട്ടിലുമുള്ള മനുഷ്യരൊക്കെ, മനുഷ്യസ്നേഹികളൊക്കെ ജമീൽ അഹമ്മദിന് വേണ്ടി രംഗത്ത് വന്നു, അല്ലെങ്കിൽ ബൂട്ടാ സിംഗിന് വേണ്ടി രംഗത്ത് വന്നു. അങ്ങനെ ആ ജനങ്ങളുടെ, ആ നാടിൻ്റെ മുഴുവൻ പിന്തുണയോടുകൂടി ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത്, ലാഹോറിൽ, ആ മയ്യത്ത്, ഡെഡ് ബോഡി ഖബറടക്കി. ഈ സംഭവം യഥാർത്ഥത്തിൽ കഥയല്ല, സംഭവമാണ്. ഇത് നടക്കുന്നത് 1957 ഫെബ്രുവരി മാസം 22-നാണ്. എങ്ങനെ ഇങ്ങനെ ഒരു തീയതി ഈ കഥയിലുണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഇത് കഥയല്ല, ഇത് നമ്മുടെ ചരിത്രത്തിലുള്ളതാണ്. ഈ ചരിത്രം എഴുതിയത് നമ്മളാരുമല്ല. ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ കഥ സത്യസന്ധമായി ലോകത്തോട് പറഞ്ഞ 2 വിദേശികൾ എഴുതിയ വിഖ്യാതമായ പുസ്തകമുണ്ടല്ലോ. ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും, ഒരു അമേരിക്കക്കാരനും ഒരു ഫ്രഞ്ചുകാരനും ചേർന്ന് എഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിൻ്റെ വരികൾക്കുള്ളിൽ ഒതുക്കി വെച്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായ, അതിതീവ്രമായ ഒരു പ്രണയ ദുരന്തത്തിൻ്റെ കഥയാണിത്. കഥയിലെ നായികയാണ്
തീർച്ചയായിട്ടും സൈനബ്, നായകനാണ് ബൂട്ടാ സിംഗ്. ആ കഥയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സംശയിക്കാവുന്ന ഒരു പുത്രിയാണ് തീർച്ചയായിട്ടും സുൽത്താന എന്ന തൻവീർ. 10 കൊല്ലം മുമ്പ് അവരെക്കുറിച്ചൊരു വാർത്ത വന്നിരുന്നു, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ഇപ്പോഴത്തെ കഥ നമുക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും അവർ ഇപ്പോഴുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയോളം പ്രായമുണ്ട്, 80 വയസ്സെങ്കിലും ആയി കാണണം. തീർച്ചയായിട്ടും തൻവീറിനെ ഓർത്തുകൊണ്ട് ഇന്ത്യ വിഭജനം എന്ന മഹാദുരന്തത്തിൻ്റെ കാലത്ത് നടന്ന മറ്റൊരു പ്രണയ ദുരന്തത്തിൻ്റെ കഥ ഞാൻ പ്രേക്ഷകരോട് പങ്കിടുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.